129 രൂപ പെർ മീറ്ററിൽ വരുന്ന കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിരാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കലങ്കാരിയുടെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സ് കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 30s by 30s ആണ് ത്രെഡ് കൗണ്ട് വരുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. നമുക്കിനി ഹോട്ട് സീസൺ ഒക്കെ വരുന്നത് കൊണ്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലാണ്. എല്ലാം തന്നെ നമുക്കിപ്പോൾ കലങ്കാരി എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണല്ലോ. അതിനകത്ത് തന്നെ ഞാൻ ഒന്നും കൂടി പറയട്ടെ, പരുപരുത്ത ഒരു കോട്ടൺ ആണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല. യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. കുറച്ച് പരുപരുത്ത ഒരു കോട്ടൺ തന്നെയാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. 129 റുപ്പീസ് പെർ മീറ്ററിലുള്ള കലങ്കാരി ഫാബ്രിക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ കാണുന്നതിനകത്ത് പോയിരിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിനകത്ത് തന്നെ കോഫി ബ്രൗണും മസ്റ്റാർഡ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലാണ് ഇതിനകത്തുള്ള പ്രിന്റുകളെല്ലാം തന്നെ പോകുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു സ്മോക്ക് ഗ്രേ കളറിനകത്ത് ബ്ലാക്കും ബ്ലൂവും കൂടെ വന്നിട്ടുള്ള പ്രിന്റാണ്. ഇതും കുറച്ച് പരുപരുത്ത കോട്ടൺ തന്നെയാണ്. കലങ്കാരി എന്ന് പറയുമ്പോൾ 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 129 റുപ്പീസ് പെർ മീറ്ററിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡാണ്. അതിനകത്തേക്ക് കോഫി ബ്രൗണും യെല്ലോയും കൂടെ ആയിട്ടുള്ള പ്രിന്റുകളാണ് പോകുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനിലായിരിക്കും ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്ക് കുറേ പേരൊക്കെ ഉണ്ട് കലങ്കാരി ലവേഴ്സ് ആയിട്ട്. ഹോട്ട് സീസൺ വരുന്നത് കൊണ്ട് നന്നായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തന്നെ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് പോയിട്ടുള്ളതും സ്മോക്ക് ഗ്രേ കളറിനകത്ത് ബ്ലൂവും ബ്ലാക്കും ആയിട്ടുള്ള പ്രിന്റുകളാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 129 റുപ്പീസ് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ചിക്കുവിനകത്ത് തന്നെ കോഫി ബ്രൗണും യെല്ലോയും ഗ്രീനും ആയിട്ടുള്ള പ്രിന്റാണ് ഈ പോകുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നമുക്കിത് ടോപ്പ് മാത്രമല്ല, കുറേ എന്താ പറയുക, ജെൻസൊക്കെ ഇത് വെച്ചിട്ട് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യണതൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ പർപ്പസിനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡിസൈൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള പ്രിന്റാണ്. ചിക്കു തന്നെയാണ് ബേസ് കളർ പോകുന്നത്. ബ്ലൂവും യെല്ലോയും കൂടി ആയിട്ടുള്ള പ്രിന്റാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ പാറ്റേണിലാണ് പോകുന്നത്. നമ്മളിന്ന് കണ്ടത് 30s by 30s ആയിട്ടുള്ള കലങ്കാരി കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഫാബ്രിക് പോയിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. വിത്തൗട്ട് ലൈനിങ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക, കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.